ഷാഫി ചാലിയം, ഇപ്പോൾ പ്രതിപക്ഷം ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുന്നു, അതിനെ RSS നിഷേധിക്കുന്നുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി ഈ കാര്യം ആലോപിക്കുന്നതിൽ യുക്തിഭംഗമുണ്ട്. കാരണം ത്രികോണ മത്സരം നടന്നപ്പോൾ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ വലിയ വോട്ട് ശോഷണം സംഭവിച്ചത് UDF-നാണ്. UDF-ഉം LDF-ഉം NDA-യുമാണ് തൃശ്ശൂരിൽ മത്സരിച്ചത്. അതിൽ NDA-യുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചു. കഴിഞ്ഞ തവണ 2019 TN പ്രതാപൻ മത്സരിച്ചതിനേക്കാൾ 86,000 വോട്ടാണ് K മുരളീധരന് കിട്ടിയിട്ടുള്ളത്. കുറഞ്ഞുപോയി 86,000. അതേസമയം CPI-യുടെ സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന് തൊട്ട് മുമ്പത്തെ 2019 അപേക്ഷിച്ച് രാജാജി മാത്യു തോമസ് മത്സരിച്ച സാഹചര്യത്തെക്കാൾ വോട്ട് കൂടുകയാണ്. 16,000-ഓളം വോട്ട് കൂടി. അപ്പോൾ പിന്നെ നിങ്ങളുടെ വോട്ട് കുറഞ്ഞിട്ട് സുരേഷ് ഗോപി ജയിച്ചതിനെ RSS-ഉം CPM-ഉം തമ്മിലുള്ള ഡീലാണെന്ന് പറയുന്നത് എങ്ങനെയാണ് യുക്തിഭദ്രമാവുക? അല്ല, കഴിഞ്ഞ തവണ പ്രതാപൻ മത്സരിച്ച് വിജയിക്കുമ്പോൾ കേരള കോൺഗ്രസ് M UDF-ലായിരുന്നു. മുരളീധരൻ മത്സരിക്കുമ്പോൾ കേരള കോൺഗ്രസ് M എവിടെയാണ്? ഇടതുപക്ഷത്താണ്. ഇരിഞ്ഞാലക്കുട പോലുള്ള പഴയ നമ്പാടൻ മാഷൊക്കെ വിജയിച്ച് വരുന്ന അത്യാവശ്യം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സ്വാധീനമുള്ള ഒരു ജില്ലയാണ് തൃശ്ശൂർ, ഒരു ലോക്സഭാ മണ്ഡലമാണ് തൃശ്ശൂർ. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മുന്നണി മാറ്റം ഒരു കക്ഷി നടത്തിയത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടും. എന്നാൽ അതേ സമയത്ത് CPM-ന് എത്ര അസംബ്ലി മണ്ഡലങ്ങളാണ് പോയതെന്നുള്ളത് നിങ്ങൾ കണക്ക് പരിശോധിക്കുക. പിന്നെ അവിടുത്തെ തൃശ്ശൂരിൽ ഞങ്ങൾ പറയുന്ന കാര്യം, അതായത് അന്ന് പകല് മുഴുവൻ തൃശ്ശൂരിൽ K മുരളീധരനുണ്ട്, സുനിൽകുമാറുണ്ട്. രാത്രിയാണ് പെട്ടെന്ന് പോലീസ് അവിടെ റോഡുകൾ ബന്ദ് ചെയ്യുന്നു, വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. പെട്ടെന്ന് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപിയും BJP-യുടെ നേതാക്കളും വന്നിറങ്ങുന്നു. അവിടുത്തുകാരായ മുരളിക്കും സുനിൽകുമാറിനും ഒന്നും ഇത് ബ്ലോക്കാക്കുന്ന വിവരം നേരത്തെ കിട്ടുന്നില്ല. മാത്രമല്ല, പോലീസിൻ്റെ അകമ്പടിയിൽ വരുന്നത് അവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് ബ്ലോക്ക് ചെയ്താണ്, ഗതാഗതം സ്തംഭിപ്പിച്ചതാണ്. ആ സ്തംഭിപ്പിച്ചത് BJP നേതാക്കൾക്ക് വേണ്ടി പോലീസ് വന്ന് തുറന്നു കൊടുക്കുകയാണ്. ഇതിനെന്താ വിളിക്കേണ്ടത്? മാത്രമല്ല, ഇപ്പം അപ്പുറത്തെ ഭരണകക്ഷി വിളിച്ചു പറയുന്നു ഇത് ഇങ്ങനെയൊരു ഡീലാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ, BJP-യുമായി ബന്ധപ്പെട്ട് ഒന്ന് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് കസ്റ്റംസ്. കേരള പോലീസും കസ്റ്റംസും തമ്മിലുള്ള ബന്ധം, ഈ ബന്ധം ആരുണ്ടാക്കി? കസ്റ്റംസ് വെറുതെ വിടുന്നു, പോലീസ് പുറത്തുനിന്ന് പിടിക്കുന്നു. ഞാൻ സുഹൃത്ത് ഒന്ന് പറയട്ടെ, നിങ്ങൾക്ക് ഈ വിഷയം മലപ്പുറം ജില്ലക്കും ഒരു പ്രത്യേക സമുദായത്തിനും ഉണ്ടാക്കിയ പരിക്ക് ചില്ലറയല്ല. കഴിഞ്ഞ 3.5 വർഷത്തെ നാഷണൽ മീഡിയ മുഴുവൻ എടുത്ത് പരിശോധിക്കണം. ആ നാഷണൽ മീഡിയയിൽ പറയുന്നു ഇന്ത്യയിൽ ഇത്രയധികം ക്രൈം നടക്കുന്ന വേറെ ജില്ലയില്ല മലപ്പുറം. ഇന്ത്യയിൽ ഇത്രയധികം കാപ്പ കേസ് ചുമത്തപ്പെട്ട സ്റ്റേറ്റില്ല മലപ്പുറം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുന്ന ജില്ല മലപ്പുറം, കരിപ്പൂർ. ഇങ്ങനെ അപ്പം അത് എന്തുകൊണ്ട്? എന്നിട്ട് ഒരു പേരുണ്ട്, ഈ സ്വർണ്ണമൊക്കെ പോകുന്നത് മലദ്വാർ ഗോൾഡിലേക്കാണ്. ഈ അധിക്ഷേപം പോകുന്നത് എവിടേക്കാണ്? പോലീസിലെ ഒരു കൂട്ടം തെമ്മാടിക്കൂട്ടം കസ്റ്റംസുമായി ബന്ധപ്പെട്ട് അഖില ലോക എന്താ പറയുക, അൻവർ പറഞ്ഞ അധോലോകത്തിനപ്പുറമായി കഴിഞ്ഞ 3-4 കൊല്ലമായി കോടികൾ വാരിക്കൂട്ടുകയാണ്. പക്ഷേ മറ്റൊരു സമൂഹത്തെ മുഴുവനും മുൾമുനയിലും ആശങ്കയിലുമാക്കാണ്. എന്താണ് ഈ ജില്ലയിൽ ഇങ്ങനെ നടക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴല്ല ഓരോ കേസും ഇങ്ങനെ പൊത്തി. ഞങ്ങൾ ഈ സുജിത് ദാസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രശ്നമാണ് ഞങ്ങൾ ഓൺ ചെയ്തത്. അജിത് കുമാറിൻ്റെത് അൻവർ ഉന്നയിച്ചതാണ്. അൻവർ ഉന്നയിച്ചപ്പോൾ വളരെ ഭയാനകരമായ ഒരു സംഗതിയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പൊ അത് നിഷ്പക്ഷമായി അന്വേഷണം നടത്തി യാഥാർത്ഥ്യം. ഇപ്പൊ അതാക്കുന്ന സാഹചര്യത്തിന്റെ കാര്യം അദ്ദേഹം പറയുന്നു. അൻവർ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ വസ്തുതയാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടോ? ഇപ്പൊ താങ്കൾ തന്നെ ഉദാഹരിച്ച കാര്യം, ഷാജൻ സ്കറിയ 2 കോടി ADGP-ക്ക് കൊടുത്തു. അതുകൊണ്ട് കേരള പോലീസിന്റെ നീക്കങ്ങൾ മുഴുവൻ ഷാജൻ സ്കറിയയ്ക്ക് അൻവർ ചോർത്തി കൊടുത്തു. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവും അവിടെ തിരുവനന്തപുരത്ത് ആഞ്ഞടിച്ച് സംസാരിച്ച കാര്യമാണ്. അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? വിനു വി ജോൺ ADGP-യെ ബന്ധപ്പെട്ട ഒരു കേസ് ഒത്തുതീർപ്പാക്കണം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ സ്വാധീനിച്ചു, വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ 100,000 കാര്യങ്ങൾ അൻവർ ഉന്നയിച്ചിട്ടുണ്ട്, സ്വർണം ഇതാക്കി. ഇതൊക്കെ വിശ്വസനീയമായ ആരോപണം? ഒരു മിനിറ്റ്, അല്ലല്ല ഞാനൊന്ന് പറയാം. സാജൻ സ്കറിയ കേസിൽ ഈ SP സുജിത് ദാസുമായുള്ള വാട്സപ്പ് ചാറ്റ് കൺസർവേഷനിൽ അങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട്. ആര്? സുജിത് ദാസിനോട് അൻവർ ചോദിക്കുന്നുണ്ട്. സാജൻ സ്കറിയ കേസിൽ പോലീസ് സേനയുടെ വയർലെസ് അത് ചോർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമാണ്. പക്ഷെ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നില്ല. ചുമത്താനായി ലോ ഡിപ്പാർട്ട്മെന്റ് ലീഗൽ ഒപ്പീനിയൻ കൊടുത്തിട്ടും ചുമത്തുന്നില്ല. 2 കോടി രൂപ ഓഫർ ചെയ്തിട്ട് അതിൽ 1.5 കോടി രൂപ കൊടുത്തു. 50 ലക്ഷം കിട്ടാൻ ബാക്കിയിട്ട്
ഇത്രയും കാര്യങ്ങളാണ് പറയണത്. സ്വാഭാവികമായിട്ടും ആ കേസ് ഒന്ന് നമ്മൾ പോകണം. വയർലെസ് ചോർത്തിയതുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ അറിയണം. ഇല്ലെങ്കിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കണം. അല്ലെങ്കിൽ ഈ അൻവറിനെതിരെ സാജിദ് കറി ഒരു കേസ് കൊടുക്കണ്ടേ? എന്നെക്കുറിച്ച് ഇല്ലാത്ത അപരാധം പറഞ്ഞു കൊടുത്തോ? അതും ഇല്ല. ഇവിടെ പലതും കാത്തിരിക്കുകയാണ് പുറത്തേക്ക് വരാൻ. അപ്പൊ അതുകൊണ്ട് സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യം ഞങ്ങൾ 3.5 കൊല്ലമായി പറയുന്നതാണ്. ഇപ്പം അൻവർ പറഞ്ഞതുകൊണ്ട് അതിന് വലിയ ഒരു മീഡിയ അറ്റൻഷൻ കിട്ടി. അക്കാര്യത്തിൽ ഞാൻ അൻവറിനെ വ്യക്തിപരമായി അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ആ സുജിത് ദാസിന് ഒരു സസ്പെൻഷനെങ്കിലും വന്നല്ലോ. അതേപോലെ തന്നെ മാമി കേസ് CBIക്ക് വിട്ടു. ഇനി അങ്ങനെ ഓരോന്ന് വരട്ടെ. വരുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കാം. മറ്റു കേസുകളൊക്കെ അൻവർ ഉയർത്തിയതാണ്. സസ്പെൻഡ് ചെയ്യിക്കാനെങ്കിലും അൻവറിന്റെ പോരാട്ടത്തിന് കഴിഞ്ഞല്ലോ എന്ന ആശ്വാസം. സുജിത് ദാസിനെ കുറിച്ച് കുറെ പരാതിയുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ ഓഡിയോ കേട്ടാൽ ഒരു ചെറുപ്പക്കാരനായ IPS ഉദ്യോഗസ്ഥൻ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഞാൻ DGP ആകും, അതുവരെയും എന്റെ സേവനം, എന്റെ അങ്ങേറ്റം താഴ്മയായ സേവനം താങ്കൾക്കുണ്ടാവുമെന്നൊക്കെ ഒരു IPS ഉദ്യോഗസ്ഥൻ പറയുന്നത് കേട്ട് ജനങ്ങൾ തലയിൽ കൈവച്ചു പോയതാണ്. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ല.